മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മോട്ടോർ വാഹന വകുപ്പിലെ സേവനം അവസാനിപ്പിച്ച് സീഡിറ്റ്. കുടിശ്ശിക വരുത്തിയെന്ന് കാണിച്ചാണ് സീഡിറ്റിന്റെ നടപടി. MVDയിലെ 200 കരാർ ജീവനക്കാരെയും സീഡിറ്റ് പിരിച്ചുവിട്ടു. സാങ്കേതികേതര സേവനങ്ങളായിരുന്നു സീഡിറ്റ് നൽകിയിരുന്നത്. സീഡിറ്റ് ഉത്തരവിന്റെ പകർപ്പുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ റോഷിപാൽ, പ്രവർത്തനങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിലായി പോയല്ലോ ഈ സേവനം അവസാനിപ്പിക്കൽ. എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? സുജയ, ശനിയാഴ്ച വൈകിട്ടോടെയാണ് സീഡിറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിക്കൊണ്ടിരുന്ന സേവനം പൂർണ്ണമായും അവസാനിപ്പിച്ചത്. 2010 മുതൽ തുടങ്ങിയതാണ് സീഡിറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഈ സേവനം. അത് മുഴുവൻ സർവീസും ഫെസിലിറ്റി സർവീസ് മാനേജ്മെൻറ്റ് കരാറാണ് ഈ സീഡിറ്റും സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ളത്. എല്ലാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളിലും ഏറ്റവും ചുരുങ്ങിയത് സീഡിറ്റിൻ്റെ 2 പ്രോജക്റ്റ് ജീവനക്കാരെങ്കിലും ഉണ്ടാകും. ഇവരാണ് ആ ഓഫീസിലെ പ്രാഥമിക ആവശ്യം മുതൽ മുകളിലോട്ട് എല്ലാ കാര്യങ്ങളും അവരാണ് ഏകോപിപ്പിക്കുന്നത്, അവരാണ് ആ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ആ ചുമതലയാണ് സീഡിറ്റിനുണ്ടായിരുന്നത്. കൃത്യമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇടയിൽ ഒരു കുടിശ്ശിക വന്നു എന്നാണ് ഈ കരാർ റദ്ദാക്കുന്നതിൻ്റെ കാരണമായി സീഡിറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ നവംബർ മാസം മുതൽ 2023 നവംബർ മുതൽ ഇങ്ങോട്ടേക്കുള്ള തുക ഇതുവരെ സീഡിറ്റിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തുടർന്ന് ഈ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയുന്നു. നേരത്തെ കരാർ അവസാനിച്ചപ്പോൾ സംസ്ഥാന സർക്കാരാണ് സീഡിറ്റിന് നിർദ്ദേശം നൽകിയത്. പ്രത്യേക ഉത്തരവിലൂടെ സർവീസ് തുടരണം, സേവനം തുടരണം സീഡിറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം അവിടെ പല സാങ്കേതിക ആവശ്യങ്ങളുമുണ്ട്. സീഡിറ്റിൻ്റെ സേവനം അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സേവനം അവസാനിപ്പിച്ചാൽ പ്രതിസന്ധിയിലാവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിക്കും. അതുകൊണ്ടാണ് അന്ന് കരാർ അവസാനിപ്പിച്ചപ്പോൾ തുടരാൻ പറഞ്ഞത്. ഇപ്പോൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് അതും പൊടുന്നനെയാണ്. ഇതോടെ 200 ജീവനക്കാർ അവർ വഴിയാധാരമായി. ആ ജീവനക്കാർക്ക് നിർദ്ദേശം ലഭിക്കുന്നതും പൊടുന്നനെ. അവർ നിങ്ങളുടെ ജോലി അവസാനിപ്പിക്കൂ, കരാർ അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു അറിയിപ്പ് മാത്രമാണ് 200 ജീവനക്കാർക്ക് ലഭിച്ചത്. ഏറ്റവും തുച്ഛമായ വേതനം വാങ്ങിയാണ് 200 ജീവനക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി സീഡിറ്റിനൊപ്പം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് നൽകുന്നത്. ഏതായാലും 2 തരത്തിലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ പല കാര്യങ്ങളും തടസ്സപ്പെടും. അത് ഇന്നലെ മുതൽ തന്നെ പല ഓഫീസുകളിലും കണ്ടു തുടങ്ങി. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ സഹായം നൽകേണ്ടത് ഓഫീസിലെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിന് വല്ല പ്രശ്നങ്ങളുണ്ടായാൽ അതിന് പോലും സഹായം നൽകേണ്ടത് സീഡിറ്റാണ്. ആ ജീവനക്കാരെയാണ് സീഡിറ്റ് പൂർണ്ണമായും പിൻവലിച്ചത്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു ബദൽ സംവിധാനം ഇതുവരെ സംസ്ഥാന ഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുമില്ല. മന്ത്രിയുടെ ഇടപെടൽ